റെയിൽവേ പോലീസ് തയ്യാറാക്കിയ ഷോർട്ട് ഫിലിം ശ്രദ്ധേയമാവുന്നു. നിസ്സാര കാര്യങ്ങൾക്ക് പോലും അപായ ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തിപ്പിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കുന്നതിനിടയിലാണ് റെയിൽവേ പോലീസ് ബോധവൽക്കരണ ഷോർട്ട് ഫിലിമുമായി രംഗത്തെത്തിയത്. ഞാൻ റെയിൽവേ ഹെൽപ്പ് ലൈനിലോട്ട് വിളിക്കാം. ഹലോ, നമസ്കാരം. RPF കൺട്രോൾ റൂം. ഒരു പാസഞ്ചറിന് നെഞ്ചുവേദനയായിട്ട് ഇവിടെ ഇരിക്കുക. ഏതാണ് ട്രെയിന്? പോർബന്ദർ കൊച്ചുവേളി സർ. ഏതാ കോച്ച്? B3 കോച്ച്. ശരി, ഞാൻ മെഡിക്കൽ ടീമിനെ എറണാകുളത്ത് അറേഞ്ച് ചെയ്യാം. ശരി. RPF എസ്കോർട്ട് ടീം വണ്ടിയിലുണ്ട്, അവരെ ഞാൻ അറിയിക്കാം. ശരി. ഹലോ അച്ഛാ, ഞാൻ RPF ഓഫീസറാണ്. അച്ഛന് ചെറിയൊരു ചെസ്റ്റ് പെയിൻ പോലെയുണ്ട്. അയ്യോ, എന്തു പറ്റി അച്ഛന്? വേറെ പേടിക്കാനൊന്നുമില്ല. ഞങ്ങൾ എറണാകുളത്ത് മെഡിക്കൽ ടീമിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാനും എറണാകുളത്തുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്തോളൂ, ആ ടീമിൻ്റെ കൂടെ ജോയിൻ ചെയ്തോളൂ. ഞങ്ങളിപ്പോൾ അവിടെ എത്തും. ശരി ശരി സാർ. സാറേ, ആരെ ചെയ്യാൻ വിളിച്ചു തോന്നുന്നില്ല. നോക്കാം. നിങ്ങളാണോ ചെയിൻ വലിച്ചത്? അതെ, എൻ്റെ ഹെഡ്ഫോൺ പോയി, അതുകൊണ്ട് വലിച്ചു. അതിനെന്താ? ഈ നിസ്സാര കാര്യത്തിനാണ് നിങ്ങൾ ചെയിൻ വലിച്ചത്? വളരെ അത്യാവശ്യ കാര്യങ്ങൾക്കാണ് റെയിൽവേ ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ഇത് ദുർവിനിയോഗം ചെയ്യാമോ? ഭാഗ്യം, ട്രെയിൻ എടുത്തല്ലേ. ചെയിൻ വലിച്ചില്ലായിരുന്നു, കുറച്ച് മുമ്പേ നമുക്ക് എത്താമായിരുന്നല്ലേ. ഐ ആം സോറി. കുറച്ച് മുന്നേ എത്തിക്കാൻ കഴിഞ്ഞത് നമുക്ക് ഇയാളെ രക്ഷിക്കാമായിരുന്നു. കണ്ടില്ലേ, നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടാണ് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയാതെ വന്നത്. നിസ്സാര കാര്യത്തിന് ചെയിൻ വലിച്ചതിന് നിങ്ങൾ നിയമ നടപടി നേരിടേണ്ടി വരും. നിസ്സാര കാരണങ്ങൾക്ക് പോലും അപായച്ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തുന്നത് പതിവായതോടെ ബോധവൽക്കരണവുമായി റെയിൽവേ പോലീസ്. തിരുവനന്തപുരം ഡിവിഷനിലെ ഉദ്യോഗസ്ഥരാണ് യൂട്യൂബിലൂടെ ടൈം ഈസ് പ്രഷ്യസ് എന്ന ഷോർട്ട് ഫിലിം പുറത്തിറക്കിയത്. അനാവശ്യമായി അപായച്ചങ്ങല വലിച്ചതുമൂലം രോഗിയായ യാത്രക്കാരൻ്റെ ജീവൻ നഷ്ടമാകുന്ന കഥയാണ് ഇതിൽ പങ്കുവച്ചിട്ടുള്ളത്. സുരക്ഷിതത്വത്തിന് അടിയന്തര സാഹചര്യത്തിൽ മാത്രം ഉപയോഗിക്കാനുള്ളതാണ് അപായച്ചങ്ങല. എന്നാൽ നിസ്സാര കാരണങ്ങൾക്ക് പോലും ചങ്ങല വലിക്കുന്നത് പതിവായതോടെ ട്രെയിനുകളുടെ സമയക്രമം തെറ്റുകയും അസൗകര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. RPF ആലപ്പുഴ ഫോഴ്സ് ഇൻസ്പെക്ടർ ബിനുകുമാറിൻ്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അനീഷും ഹെഡ് കോൺസ്റ്റബിൾ ജയകൃഷ്ണനും കോൺസ്റ്റബിൾ എഡിസൺ റിച്ചാർഡും ചേർന്നാണ് ഷോർട്ട് ഫിലിം ഒരുക്കിയത്. RPF ഉദ്യോഗസ്ഥരാണ് ഹ്രസ്വചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്.